വെൽക്കം ടു കേരള കിച്ചൺ മോംസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നെത്തോലി ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി വരാം. ഞാനിവിടെ ഏകദേശം 1 കിലോയോളം നെത്തോലി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞിട്ടുള്ളതാണ്. കണ്ടില്ലേ, ഇതേപോലെ എളുപ്പമാണ് നെത്തോലി കഴുകാൻ. പെട്ടെന്ന് തന്നെ നമുക്കിത് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഏകദേശം 1 കിലോയോളം ഉണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് നമുക്ക് മാരിനേറ്റ് ചെയ്യേണ്ട പൊടികൾ. ഇനി ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വേണം. ഞാൻ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്താണ്. ഇത് നമുക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ചേർത്താൽ ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് നാരങ്ങ നീര് ഞാൻ ചേർക്കുന്നുണ്ട്. ഇതൊരു അരമുറി നാരങ്ങയുടെ നീരാണ്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മൈദാവും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ 1 ടേബിൾ സ്പൂണാണ് മൈദാപ്പൊടി ചേർക്കുന്നത്. അതുപോലെ തന്നെ കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ, പിന്നെ അരിപ്പൊടി അത് 1 ടീസ്പൂൺ അരിപ്പൊടി മതിയായിരിക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും കൂടെയാണ് നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ചേർക്കുന്ന പൊടികൾ. അതുപോലെ കുറച്ച് കറിവേപ്പില ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മൾ എണ്ണയിൽ വറുത്ത് കോരി ഈ ഫ്രൈ ഉണ്ടാക്കിയതിന് ശേഷം അതിന് മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രൈക്ക് നല്ലൊരു കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരിക്കും. ആദ്യം തന്നെ നമുക്ക് ഈ നെത്തോലി നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്ത് വെച്ച പൊടികളൊരെണ്ണം ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന 1 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയോടെ ചേർത്ത് ആദ്യം തന്നെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇളക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മീൻ പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി. കാരണം ഇത് വളരെ സോഫ്റ്റായിട്ടുള്ള മീനല്ലേ. അപ്പം ഇളക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പം പതുക്കെ ഒന്ന് ജസ്റ്റ് കൈവച്ചൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പൊടികളിലെ മൈദയും കോൺഫ്ലോറും അരിപ്പൊടിയും ആ മൂന്നൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കോട്ടിങ്ങിന് വേണ്ടിയാണ് നമ്മളത് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഭയങ്കര ഡ്രൈ ആയിരിക്കും. ജസ്റ്റ് ഇച്ചിരി ഒന്ന് വെള്ളം ഇതുപോലെ തളിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫിഷ് നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു അരമണിക്കൂർ നേരം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. കഴിയുന്നതും അരമണിക്കൂർ നേരമെങ്കിലും നമുക്കൊന്ന് മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എണ്ണ ഇച്ചിരി കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. കാരണം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ വറുത്ത് കോരുന്ന പോലെയാണ് എടുക്കുന്നത്. പക്ഷെ അതുപോലെ കൂടുതലായിട്ട് എണ്ണ ഞാൻ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് സാധാരണ നമ്മൾ പൊള്ളിക്കുന്നതിനേക്കാൾ അത് ഫിഷൊക്കെ പൊള്ളിക്കുന്നതിനേക്കാൾ ഇച്ചിരി കൂടുതൽ എണ്ണയാണ് ഇതിനോട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കറിവേപ്പില ഒന്ന് വറുത്ത് കോരാം. എന്നിട്ട് കറിവേപ്പില വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഓരോരോ ഫിഷായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് പൊള്ളിച്ചെടുക്കാം. ഇനി നമുക്ക് ഓരോരോ ഫിഷായിട്ട് നമുക്ക് പൊടിയാതെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും നമുക്ക് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചിടുമ്പോൾ സൂക്ഷിച്ചെടുക്കണം. കാരണം ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ജസ്റ്റ് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് ഒരു പുറം നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ അടുത്ത പുറം നമുക്ക് തിരിച്ചിടാവുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാണ്ട് നല്ലതായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് 2 പുറവും നല്ലതുപോലെ നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ നെത്തോലി ഫ്രൈ നന്നായിട്ട് 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടല്ലേ, നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള ഫ്രൈ ആണ്. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണിത്. ഉണ്ടല്ലേ? ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ വറുത്ത് വെച്ചിരുന്ന കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ആ കറിവേപ്പിലയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും നമ്മുടെ ഈ ഫ്രൈക്ക്. നല്ല ക്രിസ്പിയാണ്, നല്ല കറുമുറ, നമുക്കിത് കഴിക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം എന്നെ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.